അതെ, ഇഡ്ഡലിയുടെയും ദോശയുടെയൊക്കെ കൂടെ കഴിക്കുന്ന ദോശപ്പൊടിയില്ലേ, അത് നമുക്കുണ്ടാക്കാം. ആദ്യം വേണ്ടത് ഉഴുന്നാണ്. ഉഴുന്ന് എത്രയാണോ എടുക്കുന്നത് അതിൻ്റെ പകുതി വേണം കടലപ്പരിപ്പ് എടുക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ 1 കപ്പ് ഉഴുന്നിന് 1/2 കപ്പ് കടലപ്പരിപ്പ്. പിന്നെ വേണ്ടത് 1 ടീസ്പൂൺ അരി, ചോറൊക്കെ വയ്ക്കുന്ന സാധാ അരി, 1/2 ടീസ്പൂണിൽ താഴെ കുരുമുളക്, 1/4 ടീസ്പൂണിൽ താഴെ ജീരകം. പിന്നെ നിങ്ങളുടെ എരിവിന് ആവശ്യത്തിന് നിങ്ങൾക്ക് വറ്റൽമുളക് ചേർക്കാം. ഈ ഒരു കണക്കിന് ഒരു 10-12 വറ്റൽമുളകോളം കറക്റ്റാണ്. പിന്നെ വേണ്ടത് കറിവേപ്പില, പാകത്തിന് ഉപ്പ്, കായം. ആദ്യം നമുക്ക് ഉഴുന്നൊന്ന് വറുത്തെടുക്കാം. എല്ലാം സെപ്പറേറ്റ് ആണ് വറുത്തെടുക്കുന്നത്. ഉഴുന്ന് നല്ലപോലെ ഒന്ന് വറുത്ത് നല്ലൊരു ബ്രൗൺ കളറാകുന്നിടം വരെ വേണം വറക്കാൻ. പിന്നെ ഈ ബിഗിനേഴ്സിനും കുക്കിങ്ങിൽ അധികം എക്സ്പേർട്ട് അല്ലാത്തവരും ഈ ഫ്ലെയിം ഒന്ന് ശ്രദ്ധിക്കുക. ഹൈ ഫ്ലെയിമിൽ വെച്ച് ഒരിക്കലും വറക്കരുത്. അവസാനം കിട്ടുമ്പോൾ കുറച്ച് കരിയും പുകയും മാത്രമായിരിക്കും ബാക്കി. അതുകൊണ്ടൊരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇതൊക്കെ വറക്കാവുള്ളൂ. ഈ അരി ആദ്യം ഒരു 10-30 സെക്കൻഡ് നിങ്ങൾ വറുത്തതിന് ശേഷം മാത്രമേ ജീരകം, കുരുമുളക്, കറിവേപ്പില ഇട്ട് വറക്കാവുള്ളൂ. കാരണം ഈ ജീരകം ഫ്ലെയിം ചൂടാകും തോറും ജീരകവും കുരുമുളക് പെട്ടെന്ന് അങ്ങ് പൊട്ടിത്തെറിക്കും. അതുകൊണ്ട് അതൊന്ന് സൂക്ഷിക്കണം. പിന്നെ ഈ മുളക് ഏറ്റവും അവസാനം വറുത്തെടുത്താൽ മതി. ഇല്ലെങ്കിൽ ഇത് വറുക്കുമ്പോഴത്തേക്കിനും എരിവും ഒക്കെ കൂടി തുമ്മി നമ്മൾ ആ മൂടങ്ങ് കളയും. അതുകൊണ്ട് ഏറ്റവും അവസാനം മുളക് വറുത്തെടുക്കുക. പിന്നെ ഈ വറുത്തതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് തണുക്കാനായിട്ട് വയ്ക്കുക. ഒരു 10-15 മിനിറ്റിനുള്ളിൽ തന്നെ അതൊക്കെ തണുക്കാൻ കിട്ടും. ആ ഒരു സമയം കൊണ്ട് ഞാൻ ഇഡ്ഡലി ഉണ്ടാക്കുകയാണ്. അതുപോലെ തന്നെ ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങൾ എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ മറക്കാതെ അതും കൂടി ഒന്ന് ചെയ്തേക്കണേ. ഒരു പരോപകാരം ചെയ്തേക്ക്. അപ്പോൾ ഈ ഇഡ്ഡലി ഒന്ന് സെറ്റാകുമ്പോഴത്തേക്കിനും നമുക്ക് പൊടിയെല്ലാം കൂടെ ഒന്ന് വറുത്തെടുക്കാം. ഇപ്പോൾ ഒന്ന് തണുത്ത് കിട്ടിയിട്ടുണ്ടായിരിക്കും. പിന്നെ മിക്സിയുടെ പൊടിക്കുന്ന ജാറിൽ നമുക്ക് പൊടിക്കാൻ എടുക്കാം. ബാച്ച് ഇട്ടുന്നുണ്ട്. ഇത് ഒരുമിച്ച് പൊടിച്ചെടുത്താലും മതി. ഈസി ആയിട്ട് പൊടിഞ്ഞു കിട്ടും. നല്ലപോലെ വറുത്തെടുത്തിരിക്കുന്നത് കാരണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത് മറക്കരുത് കേട്ടോ. ഞാൻ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ്. ഒരുപാട് പേര് വ്യൂസ് ഉണ്ട്, പക്ഷേ സബ്സ്ക്രൈബ് ആരും ചെയ്യുന്നില്ല. അപ്പോൾ മറക്കാതെ ചെയ്തേക്കെ. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ഇട്ടു. പിന്നെ അത് ആ കായത്തിൻ്റെ അളവൊന്നും എനിക്കറിയത്തില്ല. ഞാനിങ്ങനെ കായത്തിൻ്റെ കുപ്പിയുടെ ആ ഒരു മൂടനുസരിച്ച് ഇങ്ങനെ കുടയുമ്പോൾ വരുന്ന എത്രയാണോ അതങ്ങ് ഇടുവാണ്. ഒരു 1/2 ടീസ്പൂണോ ഒക്കെ ഇടുമായിരിക്കും. പിന്നെ പൊടിച്ചെടുക്കുമ്പോൾ ഇതുപോലെ പൊടിച്ചെടുക്കാവുള്ളൂ. തീരെ ഫൈൻ ഈ മൈദാപ്പൊടി ഗോതപ്പൊടി പോലെ ഒന്നും പൊടിച്ചെടുക്കരുത്. ഇതുപോലെ കുറച്ച് തരിതരിപ്പായിട്ട് പൊടിച്ചെടുക്കണം. ഇത് പിന്നെ എണ്ണയിലോ നല്ല നെയ്യിലോ ഒക്കെ ചാലിക്കുമ്പോഴത്തേക്കിനും കുറച്ചും കൂടെ തരിതരിയായിട്ടിരിക്കും. നല്ല ചൂടായ ഇഡ്ഡലിയുടെ കൂടെ ഇതുപോലെ നല്ലപോലെ മിക്സ് ചെയ്ത് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ അങ്ങ് കഴിക്കുക. എന്താ സുഖം. അപ്പോൾ താങ്ക് യു സോ മച്ച്. മറക്കാതെ സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണേ.